ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വാഹനം ഓഫായി പോകുന്നുണ്ട്. ഇങ്ങനൊരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് വാഹനം ഓഫായി പോകും. ഇങ്ങനൊരു കംപ്ലൈൻറ്റ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. @ശ്രീജിത്ത് P ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: മൈ വെഹിക്കിൾ 2010 മോഡൽ റിറ്റ്സ് പെട്രോൾ, അതായത് റിറ്റ്സ് പെട്രോൾ 2010 മോഡൽ, ഹാവിങ് എ ഇഷ്യൂ ഓഫ് ടേണിംഗ് ഓഫ് എൻജിൻ വൈൽ അപ്ലൈയിങ് ക്ലച്ച് ഫോർ ഗിയർ ചേഞ്ച്. ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം ഇടയ്ക്ക് ഓഫായി പോകും. ദിസ് നോട്ട് ഹാപ്പനിങ് ഓൾവേസ് ബട്ട് സംടൈംസ്. എപ്പോഴും ഇത് സംഭവിക്കാറില്ല, ചില സമയത്ത് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ത്രോട്ടിൽ ബോഡി ഇഷ്യൂ. സംശയമായിട്ട് ചോദിച്ചിരിക്കുകയാണ്, ത്രോട്ടിൽ ബോഡി ഇഷ്യൂ കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? റീസെൻ്റ്ലി ചേഞ്ച്ഡ് പെട്രോൾ ഫിൽട്ടർ, ഈസ് ദാറ്റ് ഓൾസോ ക്യാൻ കോസ്. അത് കാരണമാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു കംപ്ലയിൻറ്റ് റീസെൻ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എളുപ്പമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പലർക്കും ഇതുപോലത്തെ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് ആദ്യം പെട്രോൾ ഫിൽട്ടർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞത്, പെട്രോൾ ഫിൽട്ടർ മാറിയത് കൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. പെട്രോൾ ഫിൽട്ടർ മാറുന്ന വരെ ഈ പ്രശ്നം ഇല്ലായിരുന്നു. പെട്രോൾ ഫിൽട്ടർ മാറിയതിന് ശേഷമാണ് ഈ പ്രശ്നം കാണിക്കുന്നതെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം എനിക്ക് അറിയേണ്ടത്, ഈ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ ആണോ എന്നുള്ളത്. കാരണം സർവീസ് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, വരും. അപ്പം സർവീസ് കൃത്യമാണോ എന്നുള്ളത് നോക്കുക. കാരണം സർവീസ് കൃത്യമാണെങ്കിൽ ആ ഭാഗം നമുക്ക് തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം എയർ ഫിൽറ്റർ എന്നാണ് മാറിയതെന്ന് വെച്ചാൽ കൃത്യം 3 വർഷമായി അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നൊക്കെ കൃത്യം പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഗുണമാണ്. അതേ സ്ഥാനത്ത് 4 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് റിറ്റ്സിൻ്റെ പെട്രോൾ ഫിൽറ്റർ അല്ലെങ്കിൽ അഥവാ എയർ ഫിൽറ്റർ, ഈ 2 കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. സ്പാർക്ക് പ്ലഗ്, ഇഗ്നൈറ്റേഴ്സ്, ഈ 2 കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഗ്നൈറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇഗ്നൈറ്ററാണ്. അതായത് ഇഗ്നീഷൻ കോയിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇഗ്നീഷൻ കോയിൽ അല്ല വരുന്നത്, ഇതിൽ ഇഗ്നൈറ്ററാണ് വരുന്നത്. ഓരോ സിലിണ്ടറിലും ഓരോ ഇഗ്നൈറ്ററാണ് വരുന്നത്. ആ ഇഗ്നൈറ്ററിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ പ്രധാന കാര്യം ഇതൊന്നുമല്ല. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ത്രോട്ടിൽ ബോഡി വരാനുള്ള ചാൻസസ് കുറച്ച് കുറവാണ്, വളരെ കുറവാണ് ത്രോട്ടിൽ ബോഡിയുടെ ചാൻസ് വരാൻ. കാരണം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. കാരണം ഇതേ സെയിം കംപ്ലയിൻറ്റ്, അതായത് ഏറെക്കുറെ ഇതേ സെയിം കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തു കുറേ നാൾ ഞങ്ങളിങ്ങനെ അലഞ്ഞ് നടന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊരു ക്ലച്ച് ചവിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്തോ ഒന്ന് വാഹനം ജെർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി നമ്മൾ അടുത്ത ഗിയർ ഇടാൻ നോക്കുമ്പോൾ വാഹനം ഒന്ന് കുത്തും അല്ലെങ്കിൽ ഓഫായി പോകും. ഈ ഒരു കംപ്ലയിൻറ്റ് കുറച്ചേറെ നാളായിട്ട് ഞാൻ മാരുതിയിലുണ്ടായിരുന്ന സമയത്ത് തലവേദന തന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. നോക്കി വന്നിട്ടും ഒരു രക്ഷയില്ല. അവസാനം ഒരു സഖി കെട്ടു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പോലെ എല്ലാം ബോൾട്ടിൻ്റെയും ടോർക്ക് ചെക്ക് ചെയ്ത് നോക്കി. അപ്പം കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, ടോർക്കും ഓഫായി പോകുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉണ്ട്. ഈ വാഹനം റീസെൻ്റ്ലി കുറച്ച് നാൾ മുമ്പ് എങ്ങാണ്ട് ഇതിൻ്റെ ക്ലച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഗിയർ ബോക്സ് ഒക്കെ അഴിച്ചെടുത്തു. ക്ലച്ചാണോ വേറെ എന്തെങ്കിലും ചെയ്തതാണോ എന്നറിയത്തില്ല, പുറത്തെവിടെയോ ചെയ്ത സമയത്ത് ഇതെല്ലാം അഴിച്ച് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞ് തിരിച്ച് ഫിറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് എൻജിനിലോട്ട് വരുന്നൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ബോഡി എർത്ത് പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ടില്ലായിരുന്നു. ഇത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെർക്കിംഗ് ഉണ്ടാകുമ്പോൾ, എപ്പോഴെങ്കിലും ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് അനങ്ങും. അങ്ങനെ അനങ്ങുന്ന സമയത്താണ് വാഹനം ഇടയ്ക്ക് മിസ്സിങ് അഥവാ കുത്തൽ അല്ലെങ്കിൽ ഓഫായി പോകുന്നൊരു പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം കാണിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി. ഞാൻ ഈ ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ് എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ബാറ്ററിയുടെ ടെർമിനൽസ് വല്ല ലൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോഡിയിൽ വരുന്ന എർത്തിങ് പോയിൻറ്റ്സ് എവിടെയെങ്കിലും ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം റീസെൻ്റായിട്ട് എന്തെങ്കിലും ഒരു മേജർ സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ക്ലച്ച് മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കും. പിന്നെ ഇതിലേറ്റവും വലിയൊരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണവശാലും ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ STT അല്ലെങ്കിൽ അഥവാ OBD റീഡറിൽ കാണിക്കില്ല. അതായത് എൻജിൻ വാർണിംഗ് ലൈറ്റ് വരത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എൻജിൻ വാർണിംഗ് ലൈറ്റ് വന്നിരുന്നെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് പറയുകയാണെങ്കിൽ പോലും ചില കംപ്ലയിൻറ്റ്സ് എൻജിൻ വാർണിംഗ് ലൈറ്റ് കാണിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലെന്നല്ല, ഇടയ്ക്ക് മാത്രം ഇതുപോലെ കാണിക്കുന്ന കംപ്ലയിൻറ്റ്സ് ചിലപ്പോൾ അതിന് റെക്ടിഫൈ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം. എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനം ഇതുപോലൊരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.